സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഒരൊറ്റ ചോദ്യം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ രൂപപ്പെട്ട ആ പുതിയ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞോ? അതാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. കേൾക്കുമ്പോൾ തമാശയായി തോന്നുമെങ്കിലും വളരെ ഗൗരവമുള്ള എന്നാൽ അതിശക്തമായ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും എക്സിലുമൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി? സുപ്രീം കോടതിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് ആ കാര്യങ്ങൾ വിശദമായി തന്നെ നോക്കാം. സംഭവത്തിന് തുടക്കം സുപ്രീം കോടതിയിൽ നിന്നാണ്. സുപ്രീം കോടതി ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കപിൽ സിബലും ചീഫ് ജസ്റ്റിസിനെ കാണാൻ എത്തിയതായിരുന്നു ആ സമയം. അസോസിയേഷൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും തങ്ങൾ കോടതി മുറികൾ വൃത്തിയാക്കുന്ന ചൂല് പോലെ ആയിരിക്കുമെന്നും കപിൽ സിബൽ കോടതിയിൽ പറയുകയുണ്ടായി. ഇത് കേട്ട ചീഫ് ജസ്റ്റിസ് തമാശ രൂപേണ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അങ്ങനെയെങ്കിൽ പാറ്റകളെയാണോ ഈ ചൂലുകൊണ്ട് അടിച്ചു മാറ്റുന്നത്? ഇതിന് മറുപടിയായി കപിൽ സിബൽ പറഞ്ഞത് കോടതി മുറികളിൽ പാറ്റകൾ ഉണ്ടാകില്ലല്ലോ. എന്നാൽ ചീഫ് ജസ്റ്റിസ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ചിലപ്പോൾ വലിയ പാറ്റകൾ വരാൻ സാധ്യതയുണ്ടെന്ന്. കോടതി മുറിയിൽ ഇത് ചിരിയോടെയാണ് അവസാനിച്ചെങ്കിലും ഇതിന്റെ വീഡിയോ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ യുവാക്കൾ ഈ വാക്കുകൾ അങ്ങ് ഏറ്റെടുക്കുകയാണ്. രാജ്യത്തെ സാധാരണക്കാരായ യുവാക്കളെയും അവരുടെ പ്രതിഷേധങ്ങളെയും ആണോ ഈ പാറ്റകൾ എന്ന് വിളിച്ച് അധികാരികൾ പരിഹസിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഡിജിറ്റൽ ലോകത്ത് ഉയർന്നത്. ഞങ്ങൾ സാധാരണക്കാർ പാറ്റകളാണല്ലേ, എന്നാൽ പിന്നെ ആ പാറ്റകളുടെ പവർ നിങ്ങൾ കാണും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ രീതിക്ക് ജന്മം നൽകി. അങ്ങനെയാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ പേജുകളും ഗ്രൂപ്പുകളൊക്കെ രൂപപ്പെടുന്നത്. ഇപ്പോൾ ഈ ട്രെൻഡ് വെറുമൊരു തമാശയല്ല. ഇതിനു പിന്നിൽ കൃത്യമായ ചില പഞ്ച് ലൈനുകളും യുവാക്കൾ ഉയർത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾ എത്ര വലിയ ചൂലുമായി വന്നാലും ഞങ്ങളെ അടിച്ചു തകർക്കാൻ പറ്റില്ല എന്നാണ്. പാറ്റകളെ എത്രയൊക്കെ അടിച്ചമർത്താൻ നോക്കിയാലും അവ വീണ്ടും ശക്തമായി തിരിച്ചു വരുമെന്നതുപോലെ സാധാരണക്കാരായ യുവാക്കളുടെ ശബ്ദത്തെയും ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാണ് സോഷ്യൽ മീഡിയ ഈ ട്രെൻഡിനോട് വിളിച്ചു പറയുന്നത്. സാധാരണയായി ഇത്തരം വിഷയങ്ങളിൽ യുവാക്കളെ തെരുവിൽ ഇറങ്ങിയാണ് പ്രതിഷേധിക്കാറുള്ളത്. എന്നാൽ ഇവിടെ രീതി അങ്ങ് മാറി. റീലുകളായും മീമുകളായും വ്യത്യസ്തമായ ട്രോളുകളായും ഡിജിറ്റൽ ലോകത്തെ ആകെ അങ്ങ് ഇളക്കി മറിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം മുന്നേറുന്നത്. രാജ്യത്ത് തൊഴിലില്ലായ്മയ്ക്കും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കും എതിരെ വളരെ സരസമായ എന്നാൽ ഭരണകൂടങ്ങളെയും അധികാരികളെയും ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആയുധമായിട്ടാണ് യുവാക്കൾ കോക്രോച്ച് ജനതാ പാർട്ടിയെ മാറ്റിയിരിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉയർന്നു വന്ന ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവരെയും ചർച്ച ചെയ്യുന്ന ഒരു വലിയ വാർത്തയായി മാറിക്കഴിഞ്ഞു. അധികാരത്തിന്റെ വലിയ ചൂലുകൾക്ക് ഒതുക്കാൻ കഴിയാത്തത്ര വേഗത്തിലാണ് ഡിജിറ്റൽ ലോകത്ത് ഈ ഒരു പാർട്ടികളുടെ പട മുന്നേറുന്നത്. 100 10 ഫോളോവേഴ്സ് അല്ല കൂടുന്നത്, മണിക്കൂറിൽ 10,000 ഫോളോവേഴ്സാണ് അടിച്ചു കയറി പോകുന്നത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലെ ഏകദേശം 22 മില്യൺ ഫോളോവേഴ്സുള്ള ഒരു പേജും കൂടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ.